ചിക്കൻ പൊരിച്ചൊരു ബിരിയാണിയാണ് ഞാൻ ഇവിടെ റെഡിയാക്കുന്നതിനായിട്ട് ഞാൻ 1 കിലോ ചിക്കനാണ് എടുത്തത്. ഇതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, ഒരു 1/4 ടീസ്പൂണും മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പും ചേർത്തിട്ട് ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. ഇനി ഇതിലേക്ക് ഞാനൊരു 8ഓളം പച്ചമുളക്, ഒരു കൂട് വെളുത്തുള്ളി, 2 പീസ് ചെറിയ പീസാണ് ഇഞ്ചി, 2 തക്കാളി, ഇത് 4 മീഡിയം സൈസുള്ള 4 വെല്ലുള്ളി നൈസായിട്ട് അരിഞ്ഞ് വെച്ചതാണ്. ഇനി നമുക്കൊരു മിക്സിൻ്റെ ജാറിലേക്ക് ഈ പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചിയും ചേർത്തിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കുക, അരഞ്ഞു പോകരുത്. ഈ ഒരു പാനിലേക്ക് ഞാനൊരു 200 ml ആണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നത്. വെളിച്ചെണ്ണയാണ്, ഞാൻ വെളിച്ചെണ്ണയിലാണ് റെഡിയാക്കുന്നത്. നിങ്ങൾ ഏത് എണ്ണയിലാണെന്ന് വെച്ചാൽ അതിനനുസരിച്ച് നിങ്ങൾക്ക് മാറ്റം വരുത്താം. ഇനി ഇത് നമുക്കൊന്ന് സവാള ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. നമ്മൾ സവാള ഫ്രൈ ചെയ്യുമ്പോൾ ഫസ്റ്റിൽ നമ്മൾ ഫുൾ ഫ്ലെയിമിലിട്ടിട്ടാണ് ഇതൊന്ന് പൊരിച്ചെടുക്കുന്നത്. നമ്മൾ ഈ ഒരു പരുവത്തിൽ ഉള്ളി ഈ ഒരു പാകത്തിനായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എപ്പോഴും എന്താണെന്ന് വെച്ചാൽ തീ സിമ്മിലേക്ക് മാറ്റണം, ഇല്ലെങ്കിൽ പെട്ടെന്ന് ഉള്ളി കരിഞ്ഞു പോവുക. ഈ ഒരു സമയത്ത് നമ്മൾ സിമ്മിലേക്ക് തീ മാറ്റി കഴിഞ്ഞാൽ നമുക്ക് നല്ല ഗോൾഡൻ കളറിൽ കരിഞ്ഞൊന്നും പോവാതെ ഉള്ളി മാറ്റിയെടുക്കാം. ഇനി നമുക്ക് ഈ ഒരു പരുവത്തിലാണ് കോരി എടുക്കേണ്ടത്. നമ്മൾ കോരി ഒരു പാത്രത്തിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ഒന്നും കൂടി ഇതിൽ ആ പാത്രത്തിലിരുന്ന് ഒന്നും കൂടെ ഒന്ന് മുരിഞ്ഞ് വരിക. അതുകൊണ്ട് ഈ ഒരു കളറിൽ കോരിയെടുത്താൽ മതി. മൊത്തത്തിൽ നമുക്ക് ഉള്ളിയെല്ലാം കൂടെ ഒന്ന് ഈ ഒരു കളറിൽ പൊരിച്ചെടുക്കുക. നമ്മളിങ്ങനെ ഉള്ളി പൊരിച്ച് കഴിഞ്ഞിട്ട് അതിലേക്ക് പിന്നെ നമ്മൾ അണ്ടിപ്പരിപ്പും പിന്നെ കിസ്മിസും കൂടെ ഒന്ന് അതും കൂടെ പൊരിച്ച് കോരെ ഈ എണ്ണയിൽ തന്നെയാണ് നമ്മൾ ചിക്കൻ പൊരിച്ചെടുക്കേണ്ടത്. നമ്മൾ സാധാരണഗതിയിൽ നമുക്ക് 1 കിലോ പിന്നെ ദമ്മിടുകയാണെങ്കിൽ 1 കിലോ ബിരിയാണിക്ക് നമുക്ക് ഒരു 250 ml എണ്ണ മതിയാവും കേട്ടോ. ഓയിലോ നെയ്യോ എല്ലാം കൂടെ ചേർത്തിട്ട് നമുക്കൊരു 250 ml മൊത്തത്തിൽ മതിയാവും. പക്ഷേ നമ്മൾ പൊരിച്ച ബിരിയാണി വെക്കുമ്പോൾ ഒരു 50 ഗ്രാമും കൂടെ കൂടുതൽ വേണ്ടി വരും, 300 ഗ്രാമോളം വേണ്ടി വരിക. നമുക്ക് ഈ ഒരു സമയത്ത് ചിക്കൻ പൊരിക്കുന്ന ഒരു സമയത്ത് തന്നെ നമുക്കൊന്ന് ചോറ് റെഡിയാക്കിയെടുക്കാം. അതിനായിട്ടൊരു പാനിലേക്ക് നമ്മൾ ഏത് പാത്രത്തിൻ്റെ അളവിലാണോ അരി എടുക്കുന്നത് ആ പാത്രത്തിന് 1.5 പാത്രം വെള്ളം വെച്ച് അതിലേക്ക് 2 കഷ്ണം പട്ട, ഗ്രാമ്പു, ഏലക്ക പൊടിച്ചതും ഉപ്പും ചേർത്തിട്ട് ഒരു 100 ml വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുത്തത്. നമുക്കിതൊന്ന് ഇതുപോലെ ഒന്ന് വെള്ളം വറ്റി വരുന്ന സമയത്ത് നമ്മൾ നെയ്ച്ചോറ് വെക്കുമ്പോൾ ഒരുപാട് സമയം ഇളക്കി കളിക്കരുത്, 1-2 പ്രാവശ്യം മാത്രമേ ഇളക്കാൻ പാടുള്ളൂ. നന്നായിട്ട് വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തീ ഓഫ് ചെയ്തിട്ട് ഒരു 5 മിനിറ്റ് അതൊന്ന് അടച്ചു വെച്ചാൽ മതി. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു നെയ്ച്ചോറായി കിട്ടുക. നമ്മൾ ചിക്കനൊക്കെ നന്നായിട്ട് പൊരിഞ്ഞ് വരുന്നുണ്ട്. നന്നായിട്ട് മൊരിച്ച് പൊരിച്ചെടുക്കണ്ടേ. നമ്മൾ ചിക്കന് ഒരു 3/4 വേവത്തോളം വെന്ത് വന്നാൽ മതി. ചിക്കൻ പൊരിച്ച് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് കറിവേപ്പിലൊന്ന് ഞെരിച്ചെടുക്കുകയാണ്. നന്നായിട്ട് മൊരിഞ്ഞ് വന്നോട്ടെ. നമുക്കിതൊന്ന് കൈ വെച്ചിട്ട് പൊടിച്ചെടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് അരിഞ്ഞ് വെച്ചിട്ടുള്ള തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി നന്നായിട്ടൊന്ന് പേസ്റ്റാക്കി എടുക്കണം. അതിനോടൊപ്പം തന്നെ നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഉണ്ടല്ലോ അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതൊന്നും പച്ചമണം പോകുന്ന വരെ ഒന്ന് അതിലിരുന്ന് വയന്ന് വരട്ടെ. നമുക്കിതൊന്ന് വഴന്ന് വരുമ്പോഴത്തേക്കും മറ്റേ മസാലക്കൂട്ട് റെഡിയാക്കാനുള്ള പാത്രം എടുത്ത് വെക്കാം. ഇത് നമുക്ക് കുറച്ച് ചെറിയൊരു ഭാഗം ഉള്ളി ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്ക് ചോറിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ കറിവേപ്പിലൊന്ന് നന്നായിട്ടൊന്ന് ഞെരിച്ചെടുത്തിട്ടുണ്ട്. ഉള്ളി ഈ ഒരു പരുവത്തിലാണ് പൊരിച്ച ഉള്ളി വേണ്ടത്, പൊടിഞ്ഞു പോകരുത്. ഈ ഒരു പരുവത്തിലുണ്ടാകുമ്പോൾ നമ്മൾ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഉള്ളി പൊടിഞ്ഞൊക്കെ പോകുമ്പോൾ ഒരു കയ്പ്പ് വരാൻ സാധ്യതയുണ്ട്. നമുക്കിതിലേക്കിനി നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള തക്കാളിയും പിന്നെ ചതച്ചെടുത്തിട്ടുള്ള പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഉണ്ട് അതും കൂടെ ഒന്ന് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ പച്ചമല്ലിപ്പൊടിയാണ് ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. മല്ലിപ്പൊടിൻ്റെ അളവൊന്നും കൂടിപ്പോകരുത്. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, ഒരു ചെറുനാരങ്ങൻ്റെ നീര്, ഒരു 1/2 ടേബിൾ സ്പൂണ് പഞ്ചസാര, ആവശ്യത്തിന് ഉപ്പ്, ഒരു 1/4 ടീസ്പൂണ് ബിരിയാണി മസാലപ്പൊടി, പിന്നെ മല്ലിയിലയും പുതിനയും കൂടെ അരിഞ്ഞതാണ്. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അത്യാവശ്യം ഒന്ന് ചൂടുള്ളതുകൊണ്ടാണ് ഇങ്ങനെ കുഴക്കാനൊരു ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നത്. ഒന്ന് ചൂടണിഞ്ഞതിന് ശേഷം നിങ്ങൾ ഇത് ചൂടൊക്കെ ഒന്ന് ആറിയതിന് ശേഷം ഒന്ന് കുഴച്ചെടുത്താൽ മതി. നമുക്ക് ഈ ഒന്ന് മിക്സ് ചെയ്തിട്ടുള്ള കൂട്ട് ഒരു 1/4 ഭാഗം മാറ്റി വെച്ചിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കുക. എന്നിട്ട് നമുക്ക് മറ്റേ ഒന്ന് നിരത്തി വെച്ചിട്ട് അതിലേക്ക് നമ്മൾ പൊരിച്ച ചിക്കൻ ഒന്ന് നിരത്തി കൊടുക്കാം.
നമുക്ക് മാറ്റി വെച്ചിട്ടുള്ള മസാല ഇതിൻ്റെ മുകളിലേക്ക് ഒന്ന് തൂക്കി ഇതിങ്ങനെ ഒരുപാട് കുഴച്ചൊന്നും എടുക്കണ്ട കേട്ടോ. നമ്മളിതിൻ്റെ മുകളിൽ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കുമ്പോൾ തിളക്കുമ്പോൾ ഇതിലെല്ലാം മസാല നന്നായിട്ട് പിടിച്ചോളുക. മസാലക്കൂട്ട് റെഡിയാക്കുമ്പോൾ എപ്പോഴും നമ്മൾ മല്ലിപ്പൊടി ഒന്നും കൂടി പോവാതെ ശ്രദ്ധിക്കണം. അതുപോലെ നമ്മൾ ബിരിയാണിയിൽ മഞ്ഞൾപ്പൊടി ഒരുപാട് ചേർക്കണ്ടേ. 1/4 ടീസ്പൂണ് ഞാനിതിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതുപോലെ ഒരു അര ടേബിൾ സ്പൂൺ പഞ്ചസാര നിർബന്ധമായിട്ടും ചേർക്കണേ. ഈ പഞ്ചസാര ചേർക്കുമ്പോൾ നമ്മൾ എന്തെങ്കിലും ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് കൂടി പോയിട്ടുണ്ട്, ഇതെല്ലാം നമുക്ക് എല്ലാ ടേസ്റ്റും കൂടെ ഒരുമിച്ച് നിർത്താൻ വേണ്ടിയിട്ടാണ്. ഇതിലേക്ക് ഞാനൊരു അര ഗ്ലാസ് വെള്ളം കൂടെ ചേർത്തിട്ടൊന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് ഇതിൻ്റെ മുകളിൽ ഞാനൊരു വാഴയില വെച്ച് കൊടുക്കുന്നുണ്ട്. നമുക്ക് ചോറൊക്കെ ഒന്ന് കോരി എടുക്കുമ്പോഴാണ് ഇതിൽ കുഴഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിൽ വാഴൻ്റെ ഇല ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഇതിൻ്റെ മുകളിൽ അങ്ങനെ തന്നെ ചോറിട്ട് കൊടുത്താലും മതിയേ. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ റെഡിയാക്കി വെച്ചിട്ടുള്ള നെയ്ച്ചോറ് ഇട്ട് കൊടുക്കുക. നെയ്ച്ചോറ് എപ്പോഴും ഇത് കൈമ റൈസാണ് വെച്ചത്. 1.5 പാത്രം അളവിൽ, ഒരു പാത്രത്തിന് 1.5 പാത്രം എന്നുള്ള അളവിലാണ് നമ്മൾ ചോറ് റെഡിയാക്കുമ്പോൾ വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ടത്. നമ്മൾ നേരെ കുക്കറിലാണ് റെഡിയാക്കുന്നതെങ്കിൽ ഒരു പാത്രത്തിന് 1.25 പാത്രം വെള്ളം മതിയാവുക. ഒരു വിസിലെടുത്താലും മതിയാവും. ഇതിൻ്റെ മുകളിൽ നമ്മൾ എടുത്ത് വെച്ചിട്ട് ഉള്ളി മല്ലിയിലയും കൂടെ തൂക്കി കൊടുത്ത് അതിലേക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ബിരിയാണി മസാലപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ബിരിയാണി മസാലപ്പൊടി ഒന്നും ഒരുപാട് കൂടിയൊന്നും പോകരുത്, ഒരു 1/4 ടീസ്പൂണുള്ള ഇട്ടാൽ മതിയോ. ഇനി ഇതിൻ്റെ മുകളിൽ ബാക്കിയുള്ള ചോറും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് 1 കിലോ അളവിലുള്ള ചോറാണ് കാണിക്കുന്നത്, ചോറിൻ്റെ അളവാണ് കാണിക്കുന്നത്. ഇനി ബാക്കിയുള്ള ഉള്ളിയും മല്ലിയിലയും കൂടെ ഇതിൻ്റെ മുകളിൽ തൂക്കി കൊടുക്കുക. അതുപോലെ തന്നെ ഇനി ഒരു 1/4 ടീസ്പൂണ് ബിരിയാണി പൊടിയും കൂടെ മുകളിലിട്ട് കൊടുക്കുക. അങ്ങനെ മൊത്തത്തിൽ ഒരു അര ടീസ്പൂണാണ് ബിരിയാണി പൊടി ചോറിലേക്ക് എടുക്കുന്നത്. ഞാനൊരു 1.5 ടേബിൾ സ്പൂണോളം ഉണ്ടാവും കേട്ടോ. ഗീ ആണ് ചേർത്ത് കൊടുക്കുന്നത്. അതൊരു 1.5 ടേബിൾ സ്പൂൺ ഉണ്ടാവും. തണുത്ത ഫ്രിഡ്ജിലുള്ളതായതുകൊണ്ടാണ് അങ്ങനെ കട്ട പിടിച്ച് കിടക്കുന്നത്. ഇനി നമുക്കിതൊന്ന് 5 മിനിറ്റ് ഫുള്ളിലും ഒരു 5 മിനിറ്റ് സ്ലോയിലും ആയിട്ട് നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കുക. ആ ഒരു സമയമാകുമ്പോഴത്തേക്കും നന്നായിട്ട് ആവി വരും. ഈ ഒരു ആവി വരുന്ന ഒരു പരുവത്തിൽ നമുക്കൊരു 15 മിനിറ്റ് ഒന്ന് ഓഫാക്കിയിട്ട് വെക്കുക. അതിനുശേഷം നമുക്കിതൊന്ന് വിളമ്പിയെടുക്കാം. ബിരിയാണി വിളമ്പുമ്പോൾ എപ്പോഴും നമ്മൾ സൈഡിൽ നിന്ന് ഇങ്ങനെ വിളമ്പിയെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. നടുക്കുന്നൊന്നും കോരിയെടുക്കാതെ സൈഡിൽ നിന്ന് ഇങ്ങനെ കോരിയെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. ഇത് നല്ല ടേസ്റ്റി ആയിട്ട് കഷ്ണങ്ങളൊന്നും ഉടഞ്ഞു പോവാതെ നല്ല ടേസ്റ്റി ആയിട്ട് അടിപൊളി ബിരിയാണി റെഡി ആയിട്ടുണ്ട്. മസാലയൊക്കെ നല്ല ടേസ്റ്റി ആയിട്ട് നമ്മൾ ഉള്ളിയൊക്കെ പൊരിച്ചെടുത്ത് ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ ഈ ഒരളവിൽ മാത്രമേ ഉള്ളിയൊക്കെ എടുക്കാവുള്ളൂ. ഉള്ളി പച്ചമസാലകളൊക്കെ കൂടുമ്പോൾ നമ്മൾ ഗ്രേവിക്ക് ടേസ്റ്റ് കുറയാണ് ചെയ്യുക. അതുകൊണ്ട് ഒരുപാട് പച്ചമസാലകൾ ചേർക്കരുത്. ഉള്ളിയും പച്ചമസാലയൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് വേണ്ടി ചേർക്കണം. പൊരിച്ച ചിക്കൻ ബിരിയാണി റെഡിയാക്കാൻ വേണ്ടി ഞാനിവിടെ 300 ഗ്രാം വെളിച്ചെണ്ണ 1.5 ടേബിൾ സ്പൂൺ ഗീ ആണ് എടുത്തത്.